ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബില്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്കാണ് മൈസൂർ ബോണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകം, മുഴുവൻ ജീരകം, അതിലേക്ക് 1/4 ടീസ്പൂൺ കുക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ അതിലേക്ക് ഇടുക. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ കുറച്ച് ഒരു കൈവെള്ളയിൽ ഉള്ള ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയിലയും അതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം കൂടിപ്പോകരുത്, ഒരു മീഡിയം തിക്നെസ് മതിയാകും നമുക്ക്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് ഫുൾ ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേസമയം എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു ചെറിയ ബോളാക്കിയിട്ട് ഒരു എത്രയാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ചൊരു ബോളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ചെറിയ ബോളാക്കി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് ഈവനിങ്ങുകൾ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെയെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പോഴും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.